മഴത്ത് കളിച്ചില്ല, കാറ്റല്ല, കാറ്റടിച്ചില്ല. വെക്കാനായിട്ടില്ല, അവിടെ വെക്കേ. അത് ഇവിടെ വെക്ക. ഈ ഭാഗത്ത വെക്കല്ലേ. കണ്ടോ മുറ്റത്ത്. പിന്നെ ഞാൻ ഇവിടെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചും ചെയ്യും. പറിച്ചു വിടൊന്നുമില്ല കേട്ടോ. നടുവ് കൂടെ ഒക്കെ മീനൊക്കെ പൊരിച്ച് കഴിഞ്ഞ് കുറച്ച് മുറ്റത്ത് പണിയുണ്ട് കേട്ടോ. ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തനം? എല്ലാവർക്കും സുഖം തന്നല്ലേ? പിന്നെ രാവിലെ തന്നെ നമ്മൾ മൈദപ്പം ഉണ്ടല്ലോ, മൈദപ്പത്തിരി. അപ്പോൾ ആ ചൂടാണ് നിൽക്കണേ കേട്ടോ. പിന്നെ മൈദപ്പത്തിരി 2-3 ചുട്ടിട്ട് പിന്നെ എന്താട്ടി പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം കോഴിക്കറി ഉണ്ട്. അപ്പോൾ കോഴിക്കറിക്ക് പൂരി മൈദപ്പത്തിരി രസമാണ്. അപ്പോൾ 2-3 അതും ആക്കിയാണ്ട് പിന്നെ ബാക്കിയൊക്കെ എന്താട്ടി പൂരിയാക്കി ചുട്ടിട്ട് നമ്മൾ കോഴിക്കറി ഇതാ അവിടെ റെഡിയാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് മൈദപ്പത്തിരിയും പൂരിയും ചായയൊക്കെ കുടിച്ച് കോഴിക്കറിയും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങൾ മോറുണ്ടാവുമല്ലോ. മക്കളൊക്കെ മതിച്ച് വിട്ടൊന്ന് ചായയൊക്കെ കുടിച്ചിട്ട് അപ്പോൾ രാവിലത്തെ തൊട്ടേ പാത്രങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മോറിയിട്ട് ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് മോറി വേഗം വൃത്തിയാക്കിയിട്ട് മോറി പിന്നെ കഴിഞ്ഞാൽ അടുക്കള ഒരു വൃത്തിയാവല്ലോ. പിന്നെ നമുക്ക് അടുത്ത പരിപാടി ഉച്ചക്കൊക്കെ നോക്കണ്ടേ. അപ്പോൾ ആദ്യം ഈ രാവിലത്തെ ചായ കുടിച്ചതൊക്കെ ഒന്ന് പാത്രം മോറി വൃത്തിയാക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്ത് കാണണേ. കുറേ ആൾ പകുതിയൊന്ന് തുടക്കം തന്നെ ഒന്ന് കണ്ടാണ്ട് പിന്നെ പോകും. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യേ. അപ്പോൾ നമ്മൾ പതിവ് പോലെ എല്ലാ വീട്ടിൽ നിന്ന് എടുക്കാവുന്ന പോലെ തന്നെ ചായ കുടിച്ചാണ്ട് പിന്നെ നമ്മൾ പാത്രങ്ങൾ ഒടിച്ചുണ്ടാവില്ല. അങ്ങനെ ഒരു പണി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ പാത്രം മോറാണ്ടാവില്ല. ചില ടൈമിൽ പാത്രം മോറാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ നല്ല ഇതിലാക്കാണെങ്കിൽ അങ്ങനെ ചില ടൈമിൽ പാത്രം കാണുമ്പോൾ തന്നെ ഒരു പിരാന്തടിച്ചും പറഞ്ഞ പോലെ കേട്ടോ. പിന്നെ നല്ല കുഴപ്പത്തില്ല കേട്ടോ. പാത്രമൊക്കെ വേഗം മോറി വയ്ക്കും. അപ്പോൾ ചിലപ്പോൾ ഉണ്ടാകുമ്പോൾ തന്നെ ചിലപ്പോൾ മോറി വെക്കൂട്ടെ. ചിലപ്പോൾ നേരം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ നമ്മളത് അവിടെ വെച്ചിട്ട് അല്ലാത്ത പണി എടുക്കും. അപ്പോൾ ഇന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് രാവിലത്തെ പാത്രം മോറിയ. പിന്നെ നമ്മളെ ഗ്യാസിൻ്റെ അടുപ്പും അതേപോലെ തന്നെ ടൈസിട്ട ചുമരൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ അപ്പം തന്നെ വൃത്തിയാക്കിയിട്ടോ. മക്കൾക്കൊക്കെ മന്ദിച്ച് വിട്ടിട്ട് പിന്നെ കളിച്ചാൻ വേണ്ടി പോയിന് കേട്ടോ. ഇപ്പം ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ പുറത്തേക്ക് കളിച്ചാൻ പോയിന്. സ്കൂളൊന്നും ഇല്ലല്ലോ. ഇതാ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ പെട്ടെന്ന് മഴ ചെയ്തത് കേട്ടോ. നല്ല വെയിലുണ്ടായിന്. പക്ഷെ ഇന്നലെ രാത്രി 2-3 മണിക്കൊക്കെ മഴ ഉണ്ടായിന്. രാവിലെയൊക്കെ വെയിലാണ് കേട്ടോ. പെട്ടെന്ന് മഴ കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വെയിൽ വന്നും ചെയ്തു കേട്ടോ. മഴ പെയ്തപ്പോൾ പിന്നെ പുറത്ത് തിരുമ്പാനൊക്കെ ഉണ്ടായിന്. അതൊക്കെ തിരുമ്പാൻ പിന്നെ എന്താട്ടി നമ്മളെ ഫ്രിഡ്ജൊന്ന് നന്നാക്കിയിട്ട് അത് നല്ല ഓഫാക്കിയിട്ടിന് കേട്ടോ. നമ്മൾ ഫ്രീസറിൻ്റെ ഉള്ളിൽ കട്ട പിടിച്ചല്ലോ, അങ്ങനെ കട്ട പിടിച്ചിട്ടിട്ട് ഐസ് കട്ട പിടിച്ചല്ലോ. അപ്പോൾ അത് ഒഴിവാക്കി പിന്നെ അതിൻ്റെ ഉള്ളൊക്കെ നന്നാക്കി തോത്തി വൃത്തിയാക്കിയിട്ടോ. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ സാധനങ്ങളൊക്കെ ഒരു വിധം കഴിഞ്ഞിന്. അപ്പോൾ പിന്നെ അങ്ങനെ ഓഫാക്കിയതുമാണ്. അപ്പോൾ ഫ്രീസറിലൊന്നും ഇല്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഓഫാക്കിയിട്ട് ജനക്കുട്ടിയുടെ എന്താ ഒപ്പത്തിൻ്റെ ഒപ്പം ഉണ്ട് പറഞ്ഞ പോലെ എല്ലാത്തിനും ഓളും ഉണ്ട് കേട്ടോ നന്നാക്കാനൊക്കെ. പിന്നെ ഇതൊക്കെ നന്നാക്കിയിട്ടാണ് പിന്നെ പുറത്തേക്ക് തിരുമ്പാനും അങ്ങനത്തെ പരിപാടിക്കൊക്കെ പിന്നെ പോയത് കേട്ടോ ഞാൻ. അത് നന്നാക്കിയിട്ട് വേഗം അവിടെ തന്നെ അതൊക്കെ വെച്ച് വേഗം തൂത്തി വൃത്തിയാക്കിയാണ്ട് ഉണ്ടാക്കിയിട്ട് മഴ അങ്ങനെ വന്നും പോയി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു മൂടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് വെയിൽ വന്നു. പിന്നെ ഒരു മൂടിക്കൊണ്ട് നിൽക്കുക അങ്ങനെയാണ്. അപ്പോൾ ഞാൻ എന്താട്ടി വെയിലത്തൊന്നും പിന്നെ വെച്ചില്ല. അത് നല്ല ശീലക്കണ്ടെടുത്ത് കോട്ടൻ്റെ കണ്ടെടുത്തുകൊണ്ട് അതൊക്കെ കഴുകിയതൊക്കെ ഒന്ന് തോത്തിയിട്ട് വെള്ളമൊക്കെ പോക്കിയാണ്ടാണ് കേട്ടോ പിന്നെ ഫ്രിഡ്ജിൽ അത് തട്ടൊക്കെ അങ്ങനെ വെച്ചത്. അപ്പോൾ തോത്തിയപ്പോൾ തന്നെ നല്ല വൃത്തിയൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ കാണാത്ത അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ നമ്മൾ തോത്തിയൊക്കെ വന്നാലും അവിടെ ഇവിടെയൊക്കെ പൊടിയില്ല പോലെ തോന്നുമല്ലോ. അപ്പോൾ അതൊക്കെ പിന്നെ അപ്പം കണ്ടപ്പോൾ അവിടെ തന്നെ ഒന്ന് തോത്തി വൃത്തിയാക്കിയിട്ടോ. പിന്നെ എല്ലാവരും സ്കൂളൊക്കെ വിട്ടിട്ട് വിരുന്ന് പോയോ മദ്രസ ഉണ്ടാവുമല്ലോ അല്ലേ. മദ്രസയിൽ ചേർക്കാത്ത കുട്ടികളാണെങ്കിൽ പിന്നെ അങ്ങനെ വിരുന്നൊക്കെ പോയേക്കില്ല. LKG UKG ഒക്കെ ഞാനും പോയിട്ടില്ല കേട്ടോ. ഇവിടെ മദ്രസയുണ്ട്. അപ്പോൾ പൂട്ടിയിട്ടില്ല കേട്ടോ. പൂട്ടമില്ല എന്താ അറിയില്ല. ഇതുവരെ പൂട്ടിയിട്ടില്ല. അപ്പോൾ മക്കൾക്ക് പോയി വിട്ടിയപ്പോൾ പിന്നെ മദ്രസ വിട്ട് കഴിഞ്ഞാൽ കളിച്ചാനിട്ട് പോകണം. മറ്റേ സ്കൂൾക്ക് പോവുക സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നേരം വൈകിയ പിന്നെ അങ്ങനെ ഒഴിവില്ലല്ലോ. പിന്നെ എഴുതാനുണ്ടാവും അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ മക്കൾക്ക് ഒഴിവ് വിട്ടിയപ്പോൾ കളിച്ചാണ് കേട്ടപ്പോൾ മക്കൾ. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ വേഗം അടിച്ചുതരാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ കുറച്ച് വെയിൽ വന്നു കേട്ടോ. വേഗം അടിച്ചേരി കഴിഞ്ഞു. പിന്നെ തുടച്ചു കേട്ടോ. തുടച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വൃത്തിയായല്ലോ. നമ്മളെ വീടൊക്കെ വൃത്തിയായില്ല. പക്ഷേ മക്കളുണ്ടായിരുന്നു. മക്കൾ കളിച്ചു കേട്ടോ. എന്നാലും അടിച്ചേരി തുടക്കൽ കഴിഞ്ഞാൽ കുറേ ഒരു പണി കഴിഞ്ഞ പോലെ തിരുമ്പലും കഴിഞ്ഞാൽ തന്നെ കുറേ പണി കഴിഞ്ഞ പോലെ ആണല്ലോ. വേഗം അവിടെയൊക്കെ തോത്തി വൃത്തിയാക്കിയിട്ട് എല്ലാ റൂമും മാളും ഷട്ടൗട്ടും അടുക്കളയൊക്കെ ആദ്യം ഇവിടെയൊക്കെ തോത്തിയിട്ട് പിന്നെ ലാസ്റ്റ് കട്ട അടുക്കളൊക്കെ തോത്താൻ വരാം. അപ്പോൾ അടുക്കളത്തെ പാത്രം ഇതൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തോത്തിയാൽ മതി. അപ്പോൾ ഉള്ളത്തെ അടിച്ചരലും തുടക്കലും പാത്രം മോടലൊക്കെ കഴിഞ്ഞു. പിന്നെ എന്താട്ടിയാൽ വേഗം മിറ്റടിച്ചരാൻ വേണ്ടി നിന്നോട്ട് നമ്മളെ
തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മിറ്റടിച്ച് തരാൻ വേണ്ടി നിന്നത് കേട്ടോ. ഇതാ ജന്നക്കുട്ടീൻ്റെ ഒപ്പട്ടോ മിറ്റടിച്ച് തരാൻ വേണ്ടി നിൽക്കുമ്പോൾ ഓളുകൊണ്ട് ഇതിൻ്റെ ഒപ്പട്ടോ. അപ്പോൾ മിറ്റടിച്ച് തരലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേഗം എന്താട്ട് മീൻ പൊരിച്ചു കേട്ടോ. മീൻ പൊരി ഉണ്ടാക്കി ഉച്ചക്കൊക്കെ മീൻ പൊരിച്ചു. പിന്നെ പുല്ലരച്ചാൻ വേണ്ടി പുറത്ത് മീനൊക്കെ പൊരിച്ച് കഴിഞ്ഞ് കുറച്ച് മിറ്റത്ത് പണിയുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അടുക്കളത്തെ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ മിറ്റത്തൊക്കെ ഇറങ്ങാൻ വിചാരിച്ചത്. അവിടെ പുല്ലില്ലേ, പുല്ലാണ് നിങ്ങൾക്കറിയാം, വീഡിയോ എടുക്കാൻ പുല്ല് പറിച്ചലുണ്ട്. എത്ര പറിച്ചാലും പിന്നെ വീണ്ടും ഉണ്ടാവും. എൻ്റെ വീട്ടിലത്തെ പുല്ല് പറഞ്ഞ പോലെ പറിച്ചാലും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇങ്ങനത്തെ പുല്ലായതുകൊണ്ട് നമുക്ക് ഇത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ വലിച്ചെടുക്കണം. ഈ കല്ലുമ്മക്കൂടാണ് പുല്ലൊക്കെ ഉണ്ടായത്. അതാണ് ഇവിടെ ഏത് കല്ലിട്ടാലും പുല്ലൊക്കെ മേൽക്കൂടെ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ അത് ആദ്യം പറിച്ചിടട്ടെ കേട്ടോ. മുമ്പ് എൻ്റെ വീട്ടിലത്തെ ഇത് പൂവിട്ട് കാണാൻ നല്ല ഭംഗിയാട്ടോ. നമുക്ക് ഇതൊക്കെ തന്നാലവിടെ ഉണ്ടായില്ല, വിത്ത് ചാടിയിട്ടേ ഉണ്ടാവുന്നതാണ്. എന്താ ഇവിടെ പൂമ്പാറ്റ പോയിട്ടോ. പൂമ്പാറ്റ തേങ്ങ കുടിച്ചാൻ വേണ്ടി വന്നതാണ്. ഇവിടൊക്കെ ചെടികൾ എന്താ ഇവിടെ ചെടി കണ്ടോ മുറ്റത്ത്. പിന്നെ ഞാൻ ഇവിടെ ഇത് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചും ചെയ്യും. പറിച്ചു വിടുന്നില്ല കേട്ടോ. നടുവ് കൂടെ ഒക്കെ ഉണ്ടായിന്. പറിച്ചിട്ടാൽ പിന്നെന്താ പുല്ലുണ്ടാവും. അതിനകത്തിനല്ല നമുക്ക് ചെടി ഉണ്ടായി പൂവിട്ട് കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ. ആണ് ഇവിടെയൊക്കെ ഇത് ഈ കളറ് പല കളറും 3 കളറ് കേട്ടോ. ഓറഞ്ച് പിന്നെ കുറച്ച് ഈ ചെടി എന്നുള്ളൂ. പിന്നെ ഈ മഞ്ഞ്, പിന്നെ ഒരു ഒരു കിളിമഞ്ഞ, ഈ മഞ്ഞ്, ആ മഞ്ഞ്, രണ്ടൊരു മഞ്ഞ്. ഇത് വേറൊരു മഞ്ഞ, ഇത് കുറച്ചുകൂടി കൂടിയൊരു മഞ്ഞ. അങ്ങനെ നമുക്ക് കാണാനില്ല, പൂവിട്ട് കാണാനില്ല ഭംഗിയാട്ടോ. ഇങ്ങനെ കാണാനില്ല ഭംഗിയില്ല. പിന്നെ കഴിഞ്ഞതിൽ ആ ജനാലിൻ്റെ അവിടെ നിന്ന് തൊട്ട് ഇതുവരെ ഉണ്ട് ഇനി കേട്ടോ. പിന്നെ പറിച്ചിട്ടതാണ്. പൂവിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടേനി. കുറേ വിറ്റ് അതേപോലെ ഉണ്ടേനി. ഒക്കെ പറിച്ചിട്ടതാണ് കേട്ടോ. ജനാലിൻ്റെ അവിടെ അങ്ങനെ വന്നിട്ട് പിന്നെ നമ്മൾ പറിച്ചിടുമേ ഈ കല്ലിൽ കൂടെ മണ്ണ് പൊന്തുണ്ട്. അതുകൊണ്ട് പിന്നെ കുറയാൻ വല്ലാതെ കാണുന്നതൊക്കെ പറിച്ചിട്ടു. പക്ഷേ ഇതൊക്കെ പിന്നെ അവിടെ ഉണ്ടായി വന്നതാട്ടോ. അങ്ങനെ ഇനി വേഗം പുല്ല് പറിച്ചിട്ട് പിന്നെ വേഗം പുല്ലരച്ചാൻ വേണ്ടി നിന്നോട്ടോ. പുല്ല് പറിച്ചാലും കഴിയില്ല പറഞ്ഞാൽ പോലെ. എന്നാലും കുറച്ചൊക്കെ പറിച്ചാൽ അതായല്ലോ. പിന്നെ നമുക്ക് നാളെയും പിറ്റേന്നായിട്ട് അങ്ങനെ കുറച്ചാക്കാം. ഒറ്റടിക്ക് ഫുള്ളും കഴിയൂല കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ വലിപ്പമുള്ള പുല്ലാണെങ്കിൽ പിന്നെ നമുക്ക് വേഗം കിട്ടും. ഇത് മണ്ണെങ്കിൽ അടി കൂടെ വേര് പിടിച്ച പുല്ല്, വേരാണ് അധികം ഉണ്ടാവും. പുല്ലും ഇതുണ്ട്, എന്നാലും പറിച്ചാൽ കുറച്ച് കൈ വേദന കിട്ടും. വേഗം കൈ വേദനയാകും. അപ്പോൾ പിന്നെ കുറച്ചൊക്കെ പറിച്ചാണ് പിന്നെ നിർത്തും. പിന്നെ വൈകുന്നേരം ഒഴിവിനനുസരിച്ചാക്കും. അതേപോലെ അങ്ങനെ ഒഴിവിനനുസരിച്ച് അങ്ങനെ പുല്ല് പറിച്ചെല്ലാം ഇട്ടാൽ എന്നാലും കാട് കൂടാതെ നിൽക്കാൻ വേണ്ടി. എന്നാലും ഈ സൈഡിലിട്ട് അധികം മുമ്പിലൊക്കെ തന്നെ അപ്പം ഉണ്ടാകുമ്പോൾ തന്നെ പറിച്ചിടും കേട്ടോ. ഇവിടേക്കൊക്കെ ആകുമ്പോഴത്തേനും പിന്നെ ഒരു വിധാവും. മുമ്പിലും സൈഡിലൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ എത്തുമ്പോഴത്തേനും ഒരു വിധാവും. അപ്പോൾ പിന്നെ ഇവിടെ നിർത്തും. അതാണ് ഒന്നാമത് ഇവിടെ ഇങ്ങനെ. പിന്നെ ഇവിടെ ഉണ്ടാവുന്ന പുല്ലൊക്കെ ഇങ്ങനത്തെ പുല്ലാണ്. നമ്മളെ കൈ വേദനയാവും. മുമ്പിലൊക്കെ മറ്റേ വേറെ പുല്ലാണ് ഉണ്ടാവുക, സാധാ ഉണ്ടാവണേ. ആ പറിച്ചാനും എളുപ്പമാണ്. ഇത് പറിച്ചാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ ഇവിടെ അങ്ങനെ നിൽക്കൂട്ടോ പുല്ല്. അപ്പോൾ മക്കളോട് പറിച്ചാൻ പറയുമ്പോൾ മക്കൾക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ പുല്ല്. മക്കളെ ഈ മുറ്റത്ത് ഈ പുല്ലുണ്ടായിക്കോട്ടെ, മറ്റേ കാണാനല്ല ഭംഗിയുണ്ട് കയറിയിട്ട് മക്കൾ. അപ്പോൾ ഞാൻ ഈ കല്ലുമ്മക്കൂടെ അതൊക്കെ ഒന്ന് പറിച്ചിട്ടാൽ തന്നെ ഒരു സമാധാനമാണല്ലോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ.